കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാനുമായി ഇന്ന് ന്യൂഡൽഹിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച ക്രിയാത്മകമായി. സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക ഫണ്ട് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച. 1066 കോടി 36 ലക്ഷം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുള്ളത്. 2023, 24, 24, 25, 25, 26 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ സമഗ്ര ശിക്ഷ കേരളയുടെ കേന്ദ്ര വിഹിതമായി ലഭിക്കാനുള്ള 1066 കോടി 36 ലക്ഷം രൂപ ഒറ്റത്തവണയായി എത്രയും വേഗം അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ അനുഭാവപൂർവമായ നിലപാടാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചത്. മറ്റിതര ഫണ്ടുകൾ PM ജന്മൻ ഹോസ്റ്റലുകൾക്കായിട്ടുള്ള 6 കോടി രൂപ, അതുപോലെ മറ്റൊരു പദ്ധതി ഹോസ്റ്റൽ നവീകരണത്തിന് വേണ്ടിയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഹോസ്റ്റൽ നവീകരണത്തിന് വേണ്ടിയുള്ള 3 കോടി രൂപയും അടിയന്തരമായി റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കേരള എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 ജനുവരിയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കേരള എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 മുഖ്യാതിഥിയായി പങ്കെടുക്കണമെന്ന് കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം അതിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഈ പരിപാടി സഹായമാകും. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അർഹമായ കേന്ദ്ര സഹായം ലഭിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസപരമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഉറച്ച നിലപാട് കൂടിക്കാഴ്ചയിലൂടെ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. RSS ഗണഗീതം നവംബർ 8 നടന്ന എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന ചടങ്ങിൽ നടന്ന സംഭവം അത്യന്തം ഗൗരവമേറിയതാണ്. എറണാകുളത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗാനഗീതം ആലപിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ ഞെട്ടൽ ഉളവാക്കുന്നതാണ്. ഈ ദൃശ്യങ്ങൾ സദേൺ റെയിൽവേയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പങ്കുവച്ചത് വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. പൊതുവേദികളിൽ സ്കൂൾ കുട്ടികളെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രത്യയശാസ്ത്ര പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് അനുവദിക്കാനാവില്ല. ഇത് നമ്മുടെ ഭരണഘടനാപരമായ മതേതര തത്വങ്ങളുടെ കടുത്ത ലംഘനമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതേതര സ്വഭാവം തകർക്കുന്ന ഇത്തരം നടപടികളെ ശക്തമായി അപലപിക്കുകയാണ്. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാന് കത്ത് നൽകിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തി വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കുവാൻ കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ വിഷയത്തിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. CBSE സ്കൂളുകൾക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതും അത് റദ്ദാക്കുന്നതും സംബന്ധിച്ച വ്യവസ്ഥകൾ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 4 ചാപ്റ്റർ 6 കൃത്യമായി പറഞ്ഞാൽ ചട്ടം 5 റൂൾ 5 അതിൻ്റെ അനുബന്ധ വ്യവസ്ഥകളുമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഈ ചട്ടമനുസരിച്ച് സർക്കാർ അംഗീകാരമില്ലാത്ത ഒരു സ്കൂളിന് ഒരു ദേശീയ സിലബസിന് അഫിലിയേഷൻ അപേക്ഷിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് NOC നേടേണ്ടതായിട്ടുണ്ട്. NOC നൽകുന്നതിനും അത് ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ
റദ്ദാക്കുന്നതിനും KERL ഈ ചട്ടങ്ങളിൽ വ്യവസ്ഥയുണ്ട് എന്നത് തന്നെ എങ്ങനെയും പ്രവർത്തിക്കാം എന്ന ഊറ്റം കൊള്ളുന്ന പ്രധാന അധ്യാപകർ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ഡയറക്ടറെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയത്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. നമുക്കങ്ങനെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് എന്ന് മാത്രമല്ല രാജ്യത്ത് ഒരു സ്ഥലത്തും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ ഗാനമോ ചിഹ്നമോ കൊടിയോ ഒന്നും വിദ്യാലയത്തിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ന് പറയുന്നത്. തട്ടത്തിൻ്റെ പ്രശ്നം, കുട്ടികൾ തട്ടമിടുന്നതിൻ്റെ പ്രശ്നം വന്നപ്പോഴും അതുപോലെ മിക്സഡ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്ത അവസരത്തിലും അതുപോലെ ഉള്ള കാര്യങ്ങൾ വന്ന അവസരത്തിലൊക്കെ തന്നെ ശക്തമായ മതേതരത്വം മുറുകെ പിടിച്ചുകൊണ്ടുള്ള നിലപാടാണ് കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഒരു പൊതുജനങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി ഒരു കാര്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. 14,000 സ്കൂളാണ് കേരളത്തിലുള്ളത്. എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളും അല്ലാതെ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്. വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് യോഗങ്ങൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചേരാറുണ്ട്. സ്കൂൾ വാർഷികം. ഇതിലൊക്കെ തന്നെ ഈശ്വര പ്രാർത്ഥന എന്നുള്ള നിലയിലോ സ്വാഗതഗാനം എന്നുള്ള നിലയിലോ ഒക്കെ തന്നെ പാട്ടുകൾ പാടാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പാലക്കാട് ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, വന്നിരിക്കുന്ന ഒരു കുട്ടിക്കും ഇഷ്ടമില്ലാത്തൊരു പാട്ട് പഠിപ്പിക്കാൻ പാടില്ല. വിവിധ ജാതിയിലും വിവിധ മതത്തിലും പെട്ട കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ സ്കൂളിലുണ്ടാകും. അപ്പോൾ ആ സമയത്ത് എല്ലാ കുട്ടികളും അംഗീകരിക്കുന്ന ഒരു ഗാനം മാത്രമേ പാടാൻ വേണ്ടി പാടുള്ളൂ. എന്ന് മാത്രമല്ല, ഈ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത്.